ആ സിറ്റിയിലൊരു വൈറസ് നടക്കുന്ന കാര്യം അറിയാമല്ലോ. ആ വൈറസിനെതിരെയുള്ള മരുന്ന് മോളിൽ നിൽക്കുന്ന വർഗീസ് മാപ്പിളയും രഘുജിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിറ്റിയിൽ റിവീൽ ചെയ്യും അത്. അപ്പൊ ആ റിവീൽ ചെയ്യുന്നതിനെ തകർക്കാനായിട്ട് പല ശക്തികളും വരുന്നുണ്ടെന്നുള്ളതാണ് കിട്ടിയ ഇൻഫർമേഷൻ. അത് നമ്മള് കിട്ടിയ ഇൻഫർമേഷൻ മനസ്സിലായോ? അപ്പം നമ്മള് എന്നെയും KVL വാസുവിനെയും കാർലോനെയും വെച്ചിട്ട് ചെയ്യാനായിരുന്നു പരിപാടി. ഇന്നലെ ചെയ്യായിരുന്നേ, പക്ഷെ അത് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്നത്തേക്ക് വാസുവും കാർലോ ഇല്ല. അപ്പം അവര് പറഞ്ഞ് വാസുവിന്റെയും കാർലോയുടെയും ഡമ്മി ഇടാന്ന്. അത് നമുക്കൊരു മോശമല്ലേ? അപ്പൊ അവര് പറഞ്ഞ് ജോക്കി നിക്കുവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് നിക്കാന്ന് പറഞ്ഞു. ഓരോ വീട്ടിൽ കളിയില്ലല്ലോ മക്കളെ. പക്ഷെ യമകുണ്ടൻ മിസൈലുകളും യമകുണ്ടൻ ഫൈറ്റർ ജെറ്റുകളുമാണ് എന്നെ ആക്രമിക്കാൻ വരുന്നത്. നിങ്ങൾ ഓർക്കണം. ചിലപ്പോ എന്റെ ജീവൻ തന്നെ പൊലിഞ്ഞു പോയേക്കാം. ചിലപ്പോ എന്റെ ജീവൻ തന്നെ പൊലിഞ്ഞു പോയേക്കാം. അല്ല, എന്റെ അടുത്ത് കാണത്തില്ല. നിങ്ങൾ ഓരോ മൂലക്കായിരിക്കും എന്നെ കവർ ചെയ്യാൻ വേണ്ടിട്ട്. നമ്മള് ഡിഫൻസ് സിസ്റ്റം ഒക്കെ വെക്കുമല്ലോ. മക്കളെ, ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് ആ മോളിൽ നിൽക്കുന്ന KK എന്ന് പറയുന്ന സാധനത്തിനോട്. KK ഉണ്ടല്ലോ, KK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KK നൈസായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. KK പറഞ്ഞ ജോക്കിക്ക് നിൽക്കാൻ പറ്റുമോ? നോ പറയാൻ പറ്റുമോ? മക്കളെ നിങ്ങൾ തന്നെ പറഞ്ഞു, നോ പറയാൻ പറ്റുമോ? ഗാങ്ങിന് വേണ്ടിയുള്ള മറ്റേ തോക്കുകൾ, ഉണ്ടകൾ, പൈസകൾ എല്ലാം ഇങ്ങനെ കീശനല്ലേ വരുന്നേ. അപ്പം അണ്ണനല്ല, ഞാൻ ഇത് പറഞ്ഞു 4 പേരെ ഉള്ളോടാ ഇതിനകത്ത്. 10-35 എണ്ണത്തിന് ഞാൻ തീറ്റി പോറ്റുന്നില്ലേ. 10-35 എണ്ണത്തിന് ഞാൻ തീറ്റി പോറ്റുന്നില്ല. ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ തമാശ പറയുകയല്ല, സീരിയസ് ആയിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ ആ സീരിയസ്നെസ് നീക്കണം. ജുഗ്രു, LX2, ഡീമ, നിന്റെ ഒന്നും തമാശകൾ എടുക്കരുത്. നമ്മള് സിറ്റുവേഷനാണ്, സീരിയസ് സിറ്റുവേഷനാണ്. ഇത് ആരേലും 50 വിളിച്ചു വരുത്തിട്ട് എന്തിനു കാണിക്കാനാ? ഗ്യാങ് ഹൗസ് ചുമ്മാ വിളിച്ചോണ്ട് പോരത്തന്നെ കത്തിക്ക് കുത്തി കൊന്നവനവൻ. ചിരിക്കരുത്, സീരിയസ്. അപ്പം എടാ മോനെ, ഇത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. എന്നാലും ഞാൻ അതിന് യെസ് പറഞ്ഞിട്ടുണ്ട്. പൊലിഞ്ഞു പോയാ എന്റെ ഒരു ഫോട്ടോ എടുക്കടാ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ പിള്ളകളി കാണാനല്ല. എടാ എന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കടാ. ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും പോസ്റ്റ് ചെയ്യാലോ. അപ്പൊ നിനക്കൊക്കെ ഉറപ്പാ ഞാൻ മോളിൽ പോവെന്ന്? അല്ല, ഇത് കഴിഞ്ഞ് പത്രത്തിലൊക്കെ കൊടുക്കുമ്പോ ഫോട്ടോ എടുക്കേണ്ടതല്ലേ? അതെ, അതിസാഹസികമായി മിസ്റ്റർ എക്സിനെ സഹായിച്ചുകൊണ്ട് ആണല്ലേ. എന്തോന്ന് ലേറ്റസ്റ്റ് മക്കളെ, ഇതൊക്കെ ഞാൻ പറഞ്ഞ ഡീലാക്കിയിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇവിടെ തന്നെ നിൽക്കുവോ? ഇവിടെ തന്നെ നിക്കണേ. KK ഹലോ KK. KK ഇങ്ങോട്ട്. KK തിന്നു തന്നു. അല്ല കഴിക്കില്ല. അത് എന്തോ കേക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. KK ഇപ്പം KK ഒന്ന് വരൂ. കേക്കാല്ലേ? എന്റെ പൊന്നെ KK, ഞാൻ KK എന്ന് പേരാണ് വിളിക്കുന്നത്. പുള്ളിക്ക് കേക്കുന്നില്ലെന്ന്. KK ഇപ്പൊ കേക്കാവോ? KK കമ്പാരിറ്റീവ്ലി സൗണ്ട് കുറഞ്ഞ കേക്കുന്നേ. ചെവിയിൽ എന്തോ വർഗീസ് ജി ഒരു മിനിറ്റ്. KK കേക്ക ഇപ്പൊ വരാവേ, പിന്നെ കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റത്തില്ല. KK ഒന്നിങ്ങോട്ട് വരൂ. KK ഒന്നിങ്ങോട്ട് വരൂ. അധികം പോകണ്ട, തടക്കി വീഴും. KK നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ട്. താഴെ നിൽക്കുന്നത് കണ്ടോ, ഒബീഡിയന്റ് ആയിട്ട്. അവന്മാർക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നൈപ്പർ വല്ലതും കിട്ടുമോ? അവന്മാർ അടിവീരന്മാരാന്ന്. KK അറിയാലോ നമ്മുടെ പിള്ളേരുടെ ഒരു ഇത്. സ്നൈപ്പർക്ക് തന്നു കഴിഞ്ഞാൽ തിരിച്ചു തരാം നമ്മള്. അത് നോക്കട്ടെ, ഉറപ്പില്ല. വേറെ എന്തെങ്കിലും ഹൈ പ്രൊഫൈലുള്ള ഗൺസ് വല്ലതും ഉണ്ടോ?
ഇത് ഒരു ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ടേ ഒന്നും ഇറക്കുമതി ചെയ്യാൻ പറ്റിയില്ല നമുക്ക്. കേക്കെ ഇതൊരുമാതിരി ഉണ്ട വൈറ്റി മേടിച്ചോണ്ട് പോകുന്ന കേസ് ആവുമല്ലോ ഇങ്ങനെയാണെങ്കിൽ. നമുക്ക് കൊടുത്ത് മേടിക്കാം. അപ്പൊ പിള്ളേർക്ക് കൊടുക്കാൻ ഒരു ഉണ്ടയില്ല നിങ്ങളുടെ? ഉണ്ട്, തോക്കുന്നുണ്ട്. എന്റെ പെഞ്ഞ മനുഷ്യ, ഞാൻ കൊളക്കുയിലായിട്ടൊന്ന് പറഞ്ഞതല്ലേ, വേറെ വലിയ സാധനമൊന്നും ഇല്ലയോ എന്ന്. ഇല്ല, ഇതിപ്പോ പറഞ്ഞില്ലേ പെട്ടെന്ന് പറഞ്ഞ കേസായോണ്ടേ നമ്മളും ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പോയിട്ട് വരാം. അപ്പൊ അവന്മാരുടെ തോക്ക് വെച്ച് തന്നെ വെടി വെക്കണം. വെപ്പൺ യൂസ് ആവുന്നത് ഞാൻ ചോദിച്ചു നോക്കട്ടെ. അപ്പൊ എന്ത് നമ്മള് വെടിവെക്കാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മള് കൂവി വിളിച്ചാൽ മതി അവന്മാരെ? നിങ്ങൾക്ക് വെടി വരത്തില്ല. എന്നാലും എന്റെ പ്രൊട്ടക്ഷൻ നോക്കട്ടെ, എന്റെ പിള്ളേരെ സമ്മതിക്കുന്നില്ല ഒറ്റയ്ക്ക് പോവാൻ. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ കൂടെ പെർമിഷൻ എടുത്തോട്ടെ. ഞാൻ പെർമിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെപ്പൺസ് യൂസ് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തുതരാം. അപ്പൊ അതുവരെ നമ്മൾ വെടിവെക്കരുത്, ഇങ്ങോട്ട് വെടിവെച്ചാൽ അങ്ങോട്ട് വെടിവെക്കാം. അങ്ങനെ 4 പേരല്ല അവരുള്ളൂ. 4 പേരല്ല, ഒരു 2-3 പേരും കൂടെ വരും കേട്ടോ. പിള്ളേർക്ക് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേക്ക്. അപ്പം ഞാൻ കേക്ക് അവരുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, മരുന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ മരുന്ന് റിവീൽ തടയാൻ വേണ്ടിയിട്ട് കുറേ ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവന്മാരെ നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ട് മരുന്ന് റിവീൽ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോവാം. സാറേ, സോറി ടു ഇന്റർഫിയർ. മരുന്ന് കണ്ടുപിടിച്ച കാര്യം അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പബ്ലിക്കിനെ അറിയിക്കല്ലെന്ന്. നമ്മുടെ പിള്ളേരെ അറിയിക്കത്തൊന്നുമില്ല, നമ്മുടെ പിള്ളേരെ അറിയിക്കത്തൊന്നുമില്ല, എല്ലാരെയും നമ്മൾ അറിയിച്ചിട്ടില്ല. അപ്പം ഞാൻ താഴെ പോയി പറഞ്ഞിട്ട് വരാം. അപ്പം കേക്ക് ഇത്രയാണ് ഞാൻ ബ്രീഫ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് എന്തോ വെടിവെക്കാനുള്ള മറ്റേ പെർമിഷൻ തരുമോ? സാർ ജോക്ക് സാർ ഒന്ന് പോവില്ല. കേക്കിനോട് വന്ന് ഞാൻ വേറെ ജോക്കി സാറേ, ജലദോഷാന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പൊ ഞാൻ ഒരു ടാബ്ലറ്റ് തരാം. ഈ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് സാറിന് കുറവില്ല എന്നുണ്ടെങ്കിൽ വൈറസ് ടെസ്റ്റ് ചെയ്യാം. തന്നാണ് ഉറക്കം വരുമോ കഴിച്ചു കഴിഞ്ഞാ? ഇല്ല സാറേ, ഈ 2 കഴിച്ചോ? ഇപ്പൊ തന്നെ കഴിച്ചോ? ജോക്കി സാറിനൊക്കെ 2 കഴിച്ചാലേ അങ്ങ് ഏക്കത്തുള്ളൂ. ഞാൻ പയർ പോലെ നിക്കത്തില്ലേ? കഴിച്ച് ഞാനൊന്ന് പോയിട്ട് വരാം. പിള്ളേരെ കണ്ടിട്ട് നാളെ നിൽക്കുന്നുണ്ടോ? നമ്മുടെ വലിയ കുട്ടികളാണ്. ഓമ്പി മക്കളെ കേക്കാവടാ. ഉണ്ട അണ്ടിയൊന്നും ഇല്ല, ഉള്ളത് എടുത്തിട്ട് വെടിവെക്കുക. നമുക്കുള്ളത് വെച്ചിട്ട് അടിക്കാന്നേ ഉള്ളൂ. നമുക്ക് മനസ്സിലായോ? ഒരു പെർമിഷൻ എടുത്ത് തരും. ഇത് നമ്മുടെ സിറ്റിയിൽ 50 അല്ലാണ്ട് വേറെ ആരും ഇല്ലേ? തല ഇറങ്ങുന്ന വില്ലുമനെ വിളി. മോനെ, പനിയായിട്ട് ഞാനൊരു മോർഫിൻ തന്നതാ വർഗീസ് മാപ്പിള. കറങ്ങി അടിച്ച് വീണ് ഞാൻ. അയ്യോ, കാലിലൊന്നും പറ്റിയില്ലടാ, മോർഫിൻ അടിച്ചിട്ടിരിക്കുമല്ലേടാ. കേട്ടില്ല എന്താ? ന്യൂസ് റിപ്പോർട്ടർ. അതെ, ഹലോ ന്യൂസ് റിപ്പോർട്ടേഴ്സ്, നിങ്ങൾ എല്ലാരും ന്യൂസ് റിപ്പോർട്ടറാണോ? എന്റെ പൊന്ന് ചീഫേ, ഇതിന്റെ ഒരു മെയിന് ഞാനും മറ്റേ ജോണി അപ്പാപ്പനും നമ്മുടെ ടിവിയിലെ പിള്ളേരും അതൊക്കെയാണ്. മനസ്സിലായോ? ഇത് നമ്മളൊന്ന് സർവൈവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ എന്തോ കേട്ടില്ല. സാറിന്റെ പേര് ഞാൻ ടിവിയെ ജോക്കർ എന്നറിയപ്പെടും. നമ്മുടെ കൂടെ ഉള്ള പിള്ളേരുടെ പേര് എഴുതിയെടുത്തോ നിങ്ങൾ? നോട്ട് പാഡ് എടുത്തോ? പേര് നമ്മളോട് വരുന്ന പിള്ളേരുടെ പേരാണ് ആഷ് ബ്രൂട്ടൽ, പിന്നെ ഡീമൺ, പിന്നെ LX2, വില്ലുമോൻ, ജൂഡ്. അല്ലല്ല, കഴിഞ്ഞില്ല. ജൂഡ്, അത് കഴിഞ്ഞ് ജുഗ്രു. പിന്നെ എന്റെ പേര് അറിയാലോ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കവറേജ് വേണം. നമ്മൾ നിറഞ്ഞിരിക്കണം, മനസ്സിലായോ? സിറ്റിയെ രക്ഷിച്ച മഹാന്മാർ, അല്ലെങ്കിൽ സിറ്റിയെ രക്ഷിച്ച, പിന്നെ ജോണി പാപ്പനും ഉണ്ട് കേട്ടോ, ജോണി പാപ്പനും ഉണ്ട്. പിന്നെ KVAക്കും പ്രത്യേക ക്രെഡിറ്റ്സ് വെക്കണേ. അല്ലല്ല, 2 ടീമല്ല. KVAയിലെ പിള്ളേർ ലോഡ് എടുക്കാൻ പോയി. അപ്പൊ നമ്മൾ TVയിലെ പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പൊ അപ്പാപ്പനെ എന്നെ നോക്കുന്നത് TVയിലെ പിള്ളേരും കേക്കല്ല, കേക്കയുടെ പിള്ളേരുവാ. അപ്പൊ നമ്മൾ സിറ്റിയിൽ ഇങ്ങനെ സിറ്റിയെ രക്ഷപ്പെടുത്തി വീരശൂര പരാക്രമികളായ KVA. അതെ, അത് തന്നെ വേണം കേട്ടോ, മറക്കല്ലേ. ഇതിന് പ്രത്യേക ഇനി സെറ്റ് പൈസ വല്ലതും വേണം.
വേണമെങ്കിൽ കേക്ക് എടുത്ത് ചോദിച്ചാൽ മതി, കേക്ക് എടുത്ത് ചോദിച്ചാൽ മതി. എന്റെ പൊന്ന സഹോദരങ്ങളെ, കുണ്ടിക്ക് മിസൈൽ കയറുവോ നെഞ്ചത്ത് മിസൈൽ കയറുവോ എന്നറിയാതാണ് ഞാൻ പോകാൻ പോകുന്നത്. പ്രാർത്ഥിക്കണം. അത് അവിടെ നിന്ന് തട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അതെ അതെ അതെ. പിന്നെ നമ്മുടെ വർഗീസ് ജി, രാഘവ് ജി, ഇവരുടെയൊക്കെ പേര് നമ്മള് കേക്ക് കണ്ടോ? എന്റെ പുതിയ ലുക്കൊക്കെ മാറി. പിന്നെ കൊള്ളായിരിക്കാൻ എന്തു ഇതുപോലത്തെ കോട്ട് ഞാൻ കോട്ടായിരുന്നു. കേക്ക് ഇങ്ങോട്ട് വന്നേ, കേക്ക് ഇങ്ങോട്ട് വന്നേ, കേക്ക് ഇങ്ങോട്ട് വന്നേ, കേക്ക് ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ടോ. ഇത് എന്തിനീ കേക്കേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണും കൂടെ, സോറി യാസ്മിനും കൂടെ വരുമോ? എനിക്ക് കേക്ക് എടുത്ത് കുറച്ച് രഹസ്യം പറയുണ്ടെങ്കിൽ ശരി. എന്തായാലും യാസ്മിന്റെ അടുത്ത് പറയുമല്ലോ കേക്ക്. ഒരു മിനിറ്റ്. എടാ, എന്റെ പ്രൊട്ടക്ഷന് വന്നവന്മാരെ നീയൊക്കെ എവിടെ? നാണ്ട കേക്കയുടെ ചുറ്റും 4 എണ്ണം വട്ടം പോലെ നിപ്പുണ്ട്. ജംഗ്ഷനിൽ പോയാ? ജെറ്റ്. അപ്പൊ കേക്ക് ഞാൻ പറയട്ടെ. കേക്ക് ഇത് സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ഞാൻ ഈ യൂഷ്വലി ഈ ഡ്രസ് ഒന്നും ഇങ്ങനെ മനസ്സിലായില്ല. എവിടെ നമ്മുടെ മറ്റേ പരിപാടിക്ക് സോറി വെടിവെക്കരുത് അബദ്ധത്തിലാണ്. അപ്പൊ കേക്ക് നമ്മളങ്ങനെ പോവാറില്ല, അതുകൊണ്ടാണ് ഈ സ്യൂട്ട് ഇങ്ങനത്തെ സ്യൂട്ട് ഇട്ടേക്കുന്നത്. കേക്ക് എവിടെ തയ്പ്പിക്കുന്നേ? ഞാൻ സുമതി പലാറ്റോ ഷാജി. ഷാജി സുമതിയുടെ മോനാണ് ഷാജി. പണ്ട് സുമതിയായിരുന്നു. സുമതിയായിരുന്നു ഷാജിയുടെ മോനായിരിക്കും. വർഗീസ് ജിക്കൊക്കെ അറിയായിരിക്കും. വർഗീസ് ജി, പലാറ്റോ സുമതി അറിയോ? പിന്നെ എത്ര വട്ടം അവിടുന്ന് അല്ലല്ല അങ്ങനെയല്ല, മരുന്ന് കൊടുക്കാനും മറ്റേനൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ. ഒരു സീരിയസ് കേസ് ഉണ്ട്. നമ്മുടെ വൈറസിന്റെ ഫസ്റ്റ് ഡെത്ത് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോറി ടു സേ ജനിക്കാത്ത 2 കുട്ടികളാണ് അതിന് ഇതായ. നമ്മുടെ PDയിലുള്ള ഹന്ന സേവർ എന്ന മാഡം ഉണ്ട്. ആൾക്ക് വൈറസ് ഇൻഫെക്റ്റഡ് ആയിരുന്നു. അപ്പൊ ചെക്ക് ചെയ്തപ്പോ ആളുടെ കുട്ടികൾക്കും, അതായത് ആള് 9 months സുമലതയായിരുന്നല്ലേ? അപ്പോ ആൾക്ക് അബോർഷൻ ആണ്. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരിൽ എത്തിക്കണം. അതെ. ഒരു മിനിറ്റ്. കേക്ക് ഈ അപ്പാപ്പൻ എവിടെ? ജൂനിയർ പാപ്പൻ ചിലപ്പോഴുണ്ടാവുള്ളൂ. അതാ ഞാൻ പറഞ്ഞു, പുള്ളിക്ക് ഒരു ഡമ്മിയെങ്കിലും കൂടെ വെക്കടേ. എന്റെ അല്ല, ആരെങ്കിലും ഒരാളെ കൂടെ ചുമ്മാ വിളിച്ചേ. ഞാനില്ല കൂടെ ഉണ്ടല്ലേ? അപ്പൊ കേക്ക് നമുക്ക് സ്യൂട്ട് ഒന്ന് സെറ്റ് ആക്കണം. എടാ മോനെ, വില്ലു പറയടാ. നഗ്ഗി വെച്ചിട്ടില്ലേ എന്തോന്നു? ഓ കേക്ക്, നമ്മൾ ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ കേക്ക്? അല്ല ഞാൻ വെച്ചില്ല കേക്ക്, എനിക്ക് ഹെൽമെറ്റ് ഇല്ല. വേണ്ട ഇനി പോയി ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേക്ക്. നമ്മളങ്ങനെ സമ്മതിക്കുവോ? അതെ, ഇത് പുള്ളിയുടെ പേരെന്താണ്? ഷാഡോ ആണോ ഇത്? ഷാഡോ എത്തിയിട്ടില്ല. മക്കളെ, ഞാൻ കാര്യമായിട്ട് പറയുവാണ്, നാണം കെടുത്തരുത്. നമ്മൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടിരിക്കണം. ജെറ്റൊക്കെ പറത്തുമ്പോൾ നോക്കി പറത്തണം. സമയമുണ്ടെന്നും പറഞ്ഞിട്ട് മറ്റേ മുതുക്കിലൊന്നും പോയി റൗണ്ട് വിറ്റാൻ പോകരുത്. പിന്നെ പെണ്ണുങ്ങളെയും കയറ്റരുത്. എടാ അക്നോളജ് ചെയ്യടാ. നീയൊക്കെ നിന്റെ അടുത്തല്ലയോ നീയൊക്കെ പറയുന്നേ? കേട്ടത് ഞാൻ എങ്ങനെ അറിയും? അത് കേക്കായിരുന്നോ? കേക്ക് ഓ സോറി വേണ്ട. ഞാൻ റേഡിയോ പറഞ്ഞൊക്കെ സീക്രട്ടാണ്. ജെറ്റിനകത്ത് വെപ്പൺസ് ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ജെറ്റിനകത്ത് വെപ്പൺസ് ഇല്ല. എന്റെ പൊന്ന് കേക്ക്, ജെറ്റിനകത്ത് മിസൈൽ ഇല്ലാതെ താഴോട്ട് നോക്കിട്ട് തുപ്പി കാണിച്ചാ മതിയോ? കേടി കുടുങ്ങിന്നാ? ആളെ കളിക്കും. എനിക്കാണെങ്കിൽ പ്രഷർ. എന്റെ പൊന്നു മക്കളെ, ജെറ്റിനകത്ത് മിസൈൽ ഇല്ലയോ? ഓ എന്തിനു ചെയ്യൂടാ? എടാ ഇവന്മാരൊക്കെ സത്യം പറഞ്ഞ ഇവന്മാരൊക്കെ മൂക്കിലെ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. ഇവന്മാരൊക്കെ
എടാ ഈ വെപ്പണില്ലാതെ എന്തൊരു ചെയ്യൂടാ അതിനകത്ത് കേറിയിട്ട്. അത് ഡീമൻ ഞാൻ പറത്തിട്ട് ഇറക്കിയതുള്ളൂ ഇപ്പം. എടാ ഈ വെപ്പണില്ലാത്ത സാധനത്ത് കേറിയിട്ട് എന്തിടാ. എടാ നീ അതുവഴി താഴോട്ട് ഇടിച്ചെങ്കിലും ഇറക്കണേ എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാ. നമ്മള് താഴെ നമ്മള് വെടിവെച്ചാൽ കൊല്ലും. ആ എന്തേലൊക്കെ ചെയ്യണേ. അതെ അണ്ണു നമുക്കൊരു കാര്യം ഈ മൂട്ടി നിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് റേഡിയോ ഇടുന്നേ? F16 എന്റെ പൊന്നു മോനെ അവന്മാർക്ക് F16 എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ F1ന്റെ 16ാമത്തെ പാട്ടാണോ എന്ന് ചോദിക്കും. അമ്മാതിരി ടീമുകളാണോ നിക്കുന്നത്. എനിക്ക് ഉമ്മാര് വലിയ വിശ്വാസമൊന്നുമില്ല. മനസ്സിലായോ? ഇതിപ്പോ എന്തിനാ നമുക്ക് ജെറ്റ് കാറ്റ് കൊള്ളാനാ? എനിക്കറിഞ്ഞൂടാ. ഞാൻ തുപ്പി കാണിക്കാനാ. ഇവരെടുത്ത് ജെറ്റ് എടുത്ത് പൊക്കോളാൻ പറയാം. നമുക്ക് താഴ്ന്ന ഇവരോട് ജെറ്റ് പൊക്കോളാൻ പറയാ. ഇവര് എന്നിട്ട് ഇത് നമ്മളങ്ങ് മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. നമ്മള് അണ്ണുവിന്റെ മേത്തിൽ തുടരണേ. നമ്മള് 6-7 പേര് ഡൗൺ ആണ്. അതെ അതൊക്കെ അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പം പക്ഷെ ഇത് നമ്മള് ഇത് സെറ്റ് ആക്കണം കേട്ടോ. ഇത് പറ്റത്തില്ലാന്ന് പറയണ മാതിരി ഈ കേക്ക് അവിടെ എന്തോ ചെയ്യുക. ഇങ്ങേരെന്തോ അവിടെ സ്തൂപം വല്ല വന്നോ നിക്കുന്നിടത്ത് അങ്ങ് നിക്കും. ഇത് കളിക്കുന്നല്ലേ ഞാൻ പറയുന്ന കണക്ക് കേക്ക് എടുത്ത് സംസാരിക്കാൻ നിക്കല്ലേ. അങ്ങനെ കുണ്ടിക്കിട്ട് വെടിവെക്കും. അപ്പൊ ബോയ്സ് ഹലോ. എല്ലാരും എന്തേലും പറഞ്ഞു കഴിഞ്ഞാ മറുപടി പറയാ. വില്ലുമോനും ആഷിനും ഡീമണ്ണും ഒക്കെ എന്തോ വായി പഴമാണോ? എടാ എന്തിനാടാ എന്നെ സാർന്ന് വിളിക്കുന്നേ? അല്ല അങ്ങനെയും വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനാണെങ്കിൽ അങ്ങനെ. ഡീമൺ എന്തിയാടാ? അവൻ എന്തിയാവൻ? എടാ ഫ്ലൈറ്റിന് ഉണ്ടയില്ലെന്ന് അറിയാം എന്റെ പൊന്നു മോനെ. അത് എന്തേലും അവർ ചെയ്യും. വല്ല മിസൈലോ വല്ല എന്തേലും ഒക്കെ ഉണ്ടാക്കി തരും അവന്മാര്. ഏറ്റാക്ക് എന്റെ മോനെ. താഴെ ഇടലേടാ കുട്ട. എന്തിയവൻ? ഡീമ മോനെ അതിനകത്ത് ഉണ്ടെന്ന് വിളി. നോക്കിയാ നീ അണ്ണു കത്തിയ ഇല്ല. കത്തിയില്ല ഞാൻ റേഡിയോ നോക്കി പിടിച്ചാ. അപ്പം ഒരു മക്കളെ ഇവിടെ നിക്കണേ. റേഡിയോക്കെ തന്നെ കാണണേ എല്ലാരും. ഞാൻ ഇപ്പൊ വരാവേ. എടാ നിങ്ങളൊരു കാര്യം പറഞ്ഞു. അപ്പാപ്പൻ മുങ്ങി. ജോണി അപ്പാപ്പൻ. KK, hello. KK, I just want to tell you that there's no missiles or any shit in that jet. ഓ സോറി KK എന്റെ പൊന്നെ KK അതിനകത്ത് മിസൈലും കിണ്ടിയൊന്നും ഇല്ലാന്ന്. മിസൈൽ വെച്ചോ നിങ്ങള്? വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ എന്റെ പൊന്ന് KK സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം നിങ്ങൾ കൂടെ ഉള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ചത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ചാവുമല്ലോ. ഈ കുട്ടിയുടെ പേരെന്താ? അല്ല ഇത് വെളുത്തത്. ഓ ക്ലോയി. ഹായ് ക്ലോയി. വാട്ട്സ് അപ്പ് ക്ലോയി? TVA ജോക്കർ. വാട്ട്സ് യുവർ നെയിം? ഓ ക്ലോയി. ഓഹോ ഞാൻ ഓർക്കുന്നു. അല്ലല്ല അങ്ങനല്ല. ക്ലോയി ആയിട്ട് ഒരു മുൻപരിചയം ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. ഓ അങ്ങനല്ല. വേറൊരു കാര്യമാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഒന്നുമില്ല എന്റെ പൊന്നെ കേക്ക്. ഞാൻ പിന്നെ പറഞ്ഞു തരാം അതൊക്കെ. ആദ്യം മിസൈൽ പൊട്ടുവോ തോക്ക് പൊട്ടുവോ എന്നൊക്കെ നോക്കട്ടെ. നമ്മൾ എപ്പോഴാ പോകുന്നത് കേക്ക്? ഓക്കെ. ബോയ്സ് കം ബ്രീഫിംഗ്. എടാ നിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞ അക്നോളജി ചെയ്യുന്ന മൂളെങ്കിലും ചെയ്. ഓ മൂട്ടി വന്നിട്ട് എന്തിനാടാ റേഡിയോയിൽ സംസാരിക്കുന്നത് നീയൊക്കെ? എടാ നമ്മൾ 4 പേരേ ഉള്ളൂ. മറ്റേ മിസൈൽ വെച്ചിട്ടുണ്ട്. ഡീമ മിസൈൽ വെച്ചിട്ടുണ്ട്. ഡീമ ഓ മൂട്ടി നിക്കുവായിരുന്നോ? ഇത് ഏതാ? ഓ ചുമന്നുപടി. ഡീമ മിസൈൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കും. നമ്മൾ നിക്ക് നല്ല പൊസിഷനൊക്കെ നിക്കണം. നാളെ പത്രത്തിൽ വരെ ഉള്ളേടാ പൊട്ടന്മാരെ.
ഹെൽമെറ്റ് വരികയല്ലോ ഹെൽമെറ്റ് ഇരിക്കോ തൽക്കാലത്തേക്ക് ഹെൽമെറ്റ് വരി ആ ഒരു ഫോട്ടോ കൂടെ എടുത്തോ സാർ ഹലോ പറഞ്ഞവരോട് ചിരിക്കുന്നു ആ ഒരു ഫോട്ടോ കൂടെ എടുത്തോ ആ നടുക്കിക്കാം ബോയ്സ് മറ്റേ രണ്ടോ പേര് എന്തി ടീം അന്ന് റൈറ്റിലോട്ട് വന്നു ഈ ലൈന് നിൽക്കി മഞ്ഞ ലൈന് ഒന്ന് നിക്കടാ ഒന്ന് അയ്യോ എന്നെ വിളിക്കുന്നു എന്താണിത് ഫോട്ടോ എടുത്തോട്ടെ സാറേ എടാ ഒന്ന് നേരെ നിക്കടാ ഒന്ന് ഒരു മിനിറ്റ് ടീം ഒന്ന് കേറി ദീമാ ഡീമ ഇല്ല ജുഗുരു കത്തിപ്പോയാ ഡീമ നേരെ നിൽക്കും ഡീമ അല്ലെങ്കിൽ ഇങ്ങനെ കുണ്ടിക്ക് പിച്ചു പോയി ഞാൻ അടുത്ത പത്രത്തില് വരാനുള്ളതാ നാളെ പത്രത്തിൽ വരാനുള്ളത് പോസ് ഇടാൻ വല്ല പോസും ഉണ്ടോ അണ്ണോ ഞാൻ ചിലപ്പോ പോയ സ്മോക്ക് ചിലപ്പോ പോകുന്നു ആര് മുതുമഴ മുതുമഴയാ സ്മോക്ക് ഒരു മിനിറ്റ് ബ്രോ ഒരു മിനിറ്റ് ഒരു പോക്കറ്റ് സാർ അവിടെ എല്ലാരും ആ ലൈനായിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ ആ സ്റ്റാർട്ട് നമ്മളത് ഫോട്ടോ എടുക്കാൻ ആക്ച്വലി ഇവിടെ നിങ്ങളുടെ ആൾക്കാരിലെ ജോക്കി സാർ ഫ്രണ്ടിൽ നിന്നിട്ട് നെക്സ്റ്റ് ലൈൻ അയക്കുന്നു അല്ല ബാക്കി നിക്കടാ ബോയ്സ് പ്ലീസ് കോപ്പറേറ്റ് സാർ ഇവിടെ ഉണ്ടായിരുന്നു എന്താ ഡിസ്കഷനിലോട്ട് പോയേക്കാണ് മീറ്റിംഗിന്റെ കോർപ്പറേഷൻ ഒക്കെയാണ്. ആ മറ്റേ റെട്ടൈ ബ്രോ മീഡിയ നാളെ മറക്കരുത് കേട്ടോ TV ഞാനും നടന്ന ജോക്കി നമ്മുടെ പിള്ളേരും ആഷ് ബ്രൂട്ടൽ അല്ലല്ല വിളിച്ചല്ല അല്ല സാർ അപ്പുറത്ത് നിൽക്കാം ജോക്കി സാർക്ക് അപ്പുറത്ത് നിൽക്കാം ഒരു മിനിറ്റ് ഫസ്റ്റ് ടൈം ഒന്ന് ഇങ്ങോട്ട് മക്കളെ ഞാൻ പോവാണ് കേട്ടോ കൂടെ നിക്കണേ ആ ഞാനിങ്ങ് വന്നു കേട്ടോ കേക്ക് എടുത്ത് ഹെഡ്സ് ഉണ്ട് 117 നമ്മുടെ ബാക്കി ടീംസിനെ കുറച്ച് ആർമി ഫോഴ്സിനെ 117 ആണ് കേക്ക് ഹൗ യു ഫീലിംഗ് കേക്ക് മിക്സ്റ്റർ 117 ആ സോറോ എല്ലാവരുടെ കണ്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാരും സുഖമാണോ സോറോ സുഖം. എന്താണ് സോറോ ചെയ്യുന്നത് ഞാൻ എന്തിന്റെ സിഇഒ ഓ കേക്ക് എന്തൊരു സെറ്റപ്പിനകത്ത് അല്ല കേക്ക് എന്താണ് ഇതിനകത്ത് ഡെലിഗേഷൻ അല്ല മറ്റേ സാധനം ഡെസിഗ്നേഷൻ സോറി ആ ജോണി പാപ്പൻ പോയല്ലേ വന്നോ അങ്ങനെ പിടിച്ച് അടുത്ത് നിർത്ത് അല്ലെങ്കിൽ ഇങ്ങനെ മറന്നു പോകും അതുകൊണ്ട് എന്റെ പിള്ളേർ നിക്കുന്നുണ്ടോ കേക്കേ പിള്ളേർ നിക്കുന്നുണ്ടോ അവിടെ 5 എണ്ണം പുലിക്കുട്ടികൾ ചുമന്ന രേഖയുടെ അപ്പുറത്തുള്ള സ്കെൽട്ടൺ മാസ്ക് അതെ ഗോസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ റേഡിയോ ഏതാന്ന് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു 117 ഞാൻ മറ്റേ ഡ്രസ്സൊക്കെ ഇട്ടോ നിങ്ങൾക്ക് ഒരുമാതിരി ഇതായി പോയല്ലേ ബാക്കി എല്ലാരും യൂസ് എടാ ഇത് ഞാൻ മനഃപൂർവ്വം തെറ്റിക്കുന്നല്ലേടാ നമ്മുടെ ക്യാരക്ടർ ഇങ്ങനല്ലേ എല്ലാവരും 118ലേക്കാണ് വിളിച്ചത് ജോണി സാർ വന്നോ ജോണി മാമ വന്നോ ഇതാണ് ഞാൻ മനസ്സിലായി കേക്ക് മാസ്ക് വെച്ചോണ്ടേ പെട്ടെന്ന് ഈ സൗണ്ട് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ റിംബോച്ചല്ലേടാ അതറിയാൻ ബെറ്റർ നമുക്ക് നമ്മളൊന്ന് മാറിയെന്നല്ലോ ഇത് 2 റേഡിയോ കയറാൻ പറ്റത്തില്ല ഒറ്റ റേഡിയോ കയറാൻ പറ്റത്തുള്ളൂ പറഞ്ഞോളൂ ആ ഹലോ ജോക്കി ഹലോ ഹലോ സാറിനെ ഒന്ന് Yeah man, hello. Nice to meet you. Nice to meet you. നമുക്ക് ഓപ്പൺ എയർ മീറ്റിംഗ് വന്നിട്ടുണ്ട്. എന്റെ പേര് വിളിച്ചിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ ഹായ് പറഞ്ഞു ഞാൻ കൺഫ്യൂസ്ഡ് ആക്ച്വലി ഞാൻ കേക്കാണ് പേര് ഞാൻ ടിവിയിലെ ജോക്കർ എന്ന് പറയും ബ്രോ പേരെന്താണ് സാറിന്റെ എന്റെ പേര് പെരുമാൾ പിച്ചൈ പെരുന്നാൾ പിച്ചയ്യ പെരുമാൾ പിച്ചൈ നൈസ് ടു മീറ്റ് യു നൈസ് ടു മീറ്റ് യു
എങ്ങനെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണ്ടെങ്കിൽ ബോയ്സിന് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ലൈക് മോട്ടിവേഷൻ എനിത്തിങ് സാർ ഇതിന്റെ സീരിയസ്നെസ് എന്ന് സാർമാർ ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എവിടെ നിക്കണ്ടേ മക്കളെ? റേഡിയോ ഓപ്പൺ ചെയ്ത് പറഞ്ഞാ ബോയ്സ് നിങ്ങൾ എല്ലാവരും 117ലോട്ട് കയറിയിട്ട് വുഡ് ബി മോർ ബെറ്റർ. എല്ലാവരും അവിടെ 117ലുണ്ട്. 117 അല്ല 118 ഉണ്ട്. ഇതെങ്ങനെ സൗണ്ട് കിട്ടുന്ന ആൾക്ക് 321 പാസ്വേഡ് ഈസ് 321 117 ആണ്. ഓക്കെ ഹലോ റേഡിയോ ചെക്ക് 117 റേഡിയോ ചെക്ക് ഓവർ റൈഡിങ് ആൻഡ് ഇൻഫർമേഷൻ. ഇത് നമ്മള് ഈ റേഡിയോ ഇറങ്ങിയിട്ട് മറ്റേ 117ലുള്ള എല്ലാ അസൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. ഹാങ്ങറിലേക്ക് മാറണം ഫോർ സെക്യൂരിറ്റി പർപ്പസ്. ദിസ് ഈസ് നോട്ട് എ വാർണിംഗ്, ദിസ് ഈസ് ആൻ ഇൻഫർമേഷൻ ടു ബി ഷെയർഡ്. എത്രയും പെട്ടെന്ന് നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ഹാങ്ങറിന്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ആവേണ്ടതാണ് എല്ലാരും. മിലിറ്ററി യൂണിറ്റിന്റെ ഇൻഫർമേഷൻ പ്രകാരം പ്ലീസ് കോർഡിനേറ്റ്. കേൾക്കുന്നില്ലടി ഇവർക്കൊന്നും. ഞാൻ എന്തായാലും അതിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേത് കയറാം. ഡിസ്കണക്ട്. ഓക്കെ ഡിസ്കണക്ട്. ഇത് എന്താണ് ഇത്? എന്താണ് മോനെ എടാ ഈ റേഡിയോയിൽ നിന്ന് എങ്ങനെയാടാ ഈ അടുത്തുനിന്ന് ഇറങ്ങി പോന്നേ? ആ കേക്കാം. ഡിസ്കണക്ട് നോക്കിയിട്ട് പ്ലസ് 117 അല്ലേ? പാസ്വേഡ് ഒന്ന് പറയൂ പെരുന്നാൾപ്പിച്ചേ. 321 കേറി. സോറി ഫോർ യുവർ ഇന്ററപ്ഷൻ. നമ്മള് ഇവിടെ സേഫ് ലൈക് ഇച്ചിരി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ അകത്തോട്ട് മാറി കഴിഞ്ഞാൽ ഇച്ചിരി ബി ബെറ്റർ. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാരും ഗാർഡ് ഓക്കെ എല്ലാവർക്കും സാറിന് ഗാർഡ് കൊടുക്കണേ. ഹലോ എല്ലാരും കൊടുക്കണേ. ജോക്കി ഗാർഡ് കൊടുക്കണം. ഒരു സംഭവം തന്നെ. ഇവിടെ നമ്മള് ചന്തയില് മാങ്ങ വിൽക്കാൻ പോകുന്നു. ഇത്ര നേരമായിട്ട് അവർക്ക് അറിയത്തില്ല ഇവിടെ എന്തോ ചെയ്യാൻ പോകുന്ന എന്താന്ന് പോലും അവർക്ക് അറിയത്തില്ല. ദൈവമേ ചന്തയ്ക്ക് മിസ്സിൽ മക്കളെ കൂടെ നിക്കണേ. എന്തൊക്കെയാണ് അവർ പറയുന്നേ? അനങ്ങാ നിക്കുന്നല്ല എന്റെ പൊന്നെ കത്തിയതാ. കത്തി എല്ലാരും കത്തി. റേനൊക്കെ ഒരു മൂലൊക്കെ ഇരിക്കുന്നത്. കണ്ണേ പൊൻ കണിയേ എൻ കണ്ണീരേ. Okay, 1 second, guys. Okay, wait. You can use off-road also. Army team, you can use the off-road. Okay, yeah. There is no issue. Okay. No need to keep. Okay. We are only aiming to surveillance. 10%. Thank you, sir. ചാടിയൊക്കെ പോകുന്നു വണ്ടി. കേക്ക് ടെൻഷൻ ഉണ്ടോ? കേക്ക് നിങ്ങളുടെ പേര് കേക്കേനെ അറിയില്ല. നിങ്ങൾക്ക് കേക്കാൻ പാടുണ്ടോ? കേക്കാൻ പാടില്ല. പക്ഷേ യാസ്മിൻ ഗേൾ ഫ്രണ്ട് ആണ് ആഷിനെ എന്നറിയാം. നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, ലൈവ് അല്ലേ? കേക്ക് ബി സ്ട്രോങ്. ഓക്കെ കേക്ക് ഹോസ്പിറ്റലിൽ പോവാന് കേക്ക് എവിടെയും വിളിച്ചോണ്ടോ? എന്നോട് വിളിച്ചോണ്ടോ? കേക്ക് കേക്ക് എന്നാണ് വിസയിലൊക്കെ വരുന്ന കേക്ക്. എന്തോ ഇത്? കേക്ക് ഇറങ്ങാനല്ലേ പറഞ്ഞു നിങ്ങള്? ഗോസ്ലോടെ താങ്ക് യു ഫോർ ദ 1 month മെമ്പർഷിപ്പ്. അപ്പുറത്താണ് ബ്രോ. അപ്പുറത്ത് ഇടിച്ചിടല്ലേ.
അളിയാ അയ്യോ ഞാൻ ഇറങ്ങി. ഓ രക്ഷപ്പെട്ട് വീണില്ല കേട്ടോ, വീണെന്നെങ്കിൽ ഓർ പോയാനെ. So there is a fighter jet just above our hospital. Okay. So what about KK? ആരും മിണ്ടാത്തതാണോ? ആ കെ നമ്മള് ഫൈനാണ് സാർ. ഭരത് സാർ നമ്മൾ രണ്ടുപേരും ഫൈനാണ്. നിങ്ങൾ ഇതിനകത്ത് കയറി ഹോസ്പിറ്റലിനകത്ത് കയറിയായിരുന്നു? ആ കയറിയിട്ട് നമ്മള് ഒരു ഷെഡിനകത്ത് കയറി നിൽക്കും കേട്ടോ. അത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാൽ കുറെ എക്സ്പീഡി ആൾക്കാരൊക്കെ ഉണ്ട്. വി ആർ ഫൈൻ. ഹോസ്പിറ്റലിനകത്ത് കയറിയോടാ? കേക്ക് നിങ്ങൾ ഇങ്ങനെ മിണ്ടാമുനിയെ പോലെ നിൽക്കാറ്, നിങ്ങളൊന്ന് ആക്റ്റീവ് ആകും, ഇങ്ങനെ പേടിക്കല്ലേ. ഞാൻ ആക്റ്റീവ് അല്ലെന്നോ. പക്ഷെ എന്ത് പ്രശ്നമല്ലേ, കുറെ നാൾക്ക് ശേഷം തോക്ക് എടുക്കുന്നു. പേടിക്കണ്ട. ആശക്കളെ മോനെ താങ്ക് യു ഫോർ ദ റൂക്കി മെമ്പർഷിപ്പ്. എല്ലാരും അലർട്ട് ആയിട്ടിരിക്കുക. ഓക്കെ എല്ലാരും സേഫ് അല്ലേ? Land team please connect to 119. നിങ്ങൾ എല്ലാവരും ഓക്കെ അല്ലേ? Yeah man, yeah. We are okay bro. Hey, sexually sir, long time. ഫോഴ്സ് എല്ലാം പുറത്ത് നിൽക്കണേ, അവർ മാത്രം അകത്ത് നിന്നാ മതി. ഓക്കെ Yeah, I'm good. ഞാനത് ഇയാളെ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നു, ബാഗ് കയറി ഫ്രണ്ടിൽ കയറിയിട്ട് പിന്നെ 120 sorry 120 connect to 120 land ചെക്ക് team. ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിൽ കയറാം. കേടി ഓക്കെ ആണോ? കേറാണോ? ഉള്ളിലൊക്കെ ആണോ? ബാ, ജോക്കി. ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഒറ്റ മിനിറ്റ് കേക്ക്. ഒരു മിനിറ്റ് ആ കേക്ക്. അപ്പൊ ഇത് എങ്ങനെയാണ് പ്രൊസീഡിങ്സ് എങ്ങനെയാണ്? നമ്മൾ ഹോസ്പിറ്റലിൽ കയറുന്നു, നാട മുറിക്കുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. ഗുഡ് ജോബ് നൈസ് ഐഡിയ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ക്ലിയർ ആണോ? അവര് കേറിക്കോട്ടെ. കേറിക്കോട്ടെ. ഇത് അപ്പുറത്തും തൊള ഇപ്പുറത്തും തൊള. എവിടെ ഹോസ്പിറ്റല്? നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? നോ മാൻ, ഇതിന്റെ അപ്പുറം നമ്മൾ കണ്ടില്ലേ കേക്ക്. ഇത് എവിടെ ഹോസ്പിറ്റലിൽ കയറുന്ന കേക്ക്? അപ്പുറത്തും തൊള ഇപ്പുറത്തും തൊള. ഭരത് സാർ പറയൂ. കേക്ക് ആൻഡ് ആ ഓക്കെ നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? ഇനോഗ്രേഷൻ കുത്തു കിട്ടുന്ന സെഡാണോ മേരെ മോനെ? താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. കേക്ക് ഡോണ്ട് ഡിലേ മാൻ, ഡോണ്ട് ഡിലേ ബ്രോ. ഉള്ളിൽ കയറാം. ഇതിന്റെ ഉള്ളിൽ കയറുന്നേ. Food and water. Check your food and water. Man, so bad. Just a miss, yeah. I already had some നിങ്ങൾ tickets down, so നോക്കണം. there is an armed. ഇയാളുടെ ആംബുഷ്. സ്റ്റിക്ക് ബോംബ് പുറത്തെ ഉള്ളിൽ കയറി എല്ലാവരും ഉള്ളിൽ കയറി പോകും. എന്താണ് ഒരു പാനിക്കും ഇല്ല. പറയൂ സാർ. അതല്ല പഴമല്ല, അത് ഇപ്പൊ വീണനെ. പഴം കിട്ടിയില്ലായിരുന്നെങ്കിൽ കേക്ക് ഇത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കേക്ക് എത്ര പൊട്ടലാ കേക്ക് ഇത്. അതാ ഞാൻ ആലോചിക്കുന്നു. എന്റെ പിള്ളേർക്ക് സേഫ് ആണോ എന്തോ. ഭരത് സാർ ഞാൻ ഒരു റേഡിയോയിൽ ഒരു സാധനം കൊടുത്തോട്ടെ? മൈൻഡ് പോലും ചെയ്തില്ല ഇവരെ. മക്കളെ ജുഗ്രു എന്നെ കേൾക്കുന്നില്ലടാ. സിവിലിയൻസ് എന്താ ബൽസാറെ? എടാ എന്റെ കേൾക്കുന്നില്ലടാ. പറയൂ കേക്കെ. ആ ഓക്കെയാണ്. നമ്മുടെ പിള്ളേരുടെ ഒരു വിവരമില്ല കേട്ടാ. പിള്ളേരെ കേൾക്കുന്നില്ല. റേഡിയോ ഇല്ലേ? റേഡിയോയിൽ മറ്റേ റേഡിയോ ഞാൻ ഇറങ്ങിയായിരുന്നേ. അയ്യോ എന്റെ ദൈവമേ, ഇത് മൊത്തം പൊട്ടിത്തെറിയും ബഹളമാണല്ലോ കേക്കെ. ഭരത് സാർ നമുക്ക് മുകളിലോട്ട് പോവാം. അതെ മുകളിലോട്ട് പോയില്ലെങ്കിൽ മുകളിലോട്ട് പോകുന്നു. നമ്മൾ മുകളിലോട്ട് പോവാം. കേക്കെ വാക്ക് കേക്കെ വാക്ക്. ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുവോ? എന്റെ പൊന്നെ കേക്ക് അങ്ങേര് പറഞ്ഞത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലോട്ട് പോകത്തില്ലെന്നാ. എന്റെ പൊന്നെ കേക്ക് ഓരോ ഇടിയും. ഇതെന്തൊരു കേക്ക് ഇത്? കുടിസ് മുറിക്കാത്താന്ന് ഉൾക്കാണാൻ. കറക്റ്റ് ആയിട്ടിരിക്കണേ, ഊറ പോലെ. ഓ ചന്തി മക്കളെ ഹലോ. എടാ ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നോക്കട്ടെ. ആ എടാ നിങ്ങളെല്ലാം സേഫ് അല്ലേ? ആ പിള്ളേരുണ്ട്.
പിള്ളേരുണ്ട് കേക്ക്. Safe ആ സേഫ് ആണ്. ഓക്കെ Dragon sir, where are you? ഇല്ല ആ അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കുന്ന കേക്ക്. അതെ അതുപോലെ നിങ്ങൾ കാഷ്വാലിറ്റി ഫ്രണ്ടിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരെ ബോഡി ഒന്ന് അകത്തേക്ക് എത്തിക്കണേ കാണുന്നവര്. അപ്പൊ നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ arrange ചെയ്യാമോ? മൊത്തം ബഹളാണല്ലോ ഇവിടെ. മൊത്തം ബഹളം. ആ കേൾക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ കുമിഞ്ഞു കൂടി ഇരിക്കുന്നുണ്ട്. ഇന്ന് കേൾക്കുന്നുണ്ട് കേക്ക്. സുഹൃത്തുക്കളെ എല്ലാവരും സേഫ് അല്ലേ? ഹലോ കേക്ക് ജോക്കി വേണമെങ്കിൽ ആ റേഡിയോ സ്വിച്ച് ഓഫ് ചെയ്തോ. If you are too annoying, okay. ഇറ്റ്സ് ഓക്കെ സാർ, ഇറ്റ്സ് ഓക്കെ. നമ്മുടെ സിറ്റി നമ്മൾ തന്നെ രക്ഷിക്കണ്ടേ സാർ? കേക്ക് ഇരിക്കുന്നതിന് പ്രശ്നം വല്ലതുണ്ടോ? നിങ്ങൾ എവിടാണ് ഈ പോകുന്നത്? നിങ്ങൾക്ക് എന്നെ മടിയിരിക്കണോ? നിങ്ങളുടെ തൊട തൊടയുടെ കാര്യം വേണ്ടത് കേക്ക്. തൊട എന്നൊരു ശരീരഭാഗം എൻ്റെ അടുത്തില്ല കേക്ക്. ഇല്ലില്ല, തൊട പോയി. അത് കടിച്ചോണ്ട് പോയതാ കേക്ക്. അതൊക്കെ ഭയങ്കര വലിയ കഥയാണ് കേക്ക്. ഇതിനകത്തൊരു ബുക്കിന്റെ പേര് കണ്ടോ? സ്പാങ്ക് ഡാഡി. കേക്ക് ഇത് എടുക്കരുത് കേട്ടോ, എടുത്തോണ്ട് പോയല്ലേ. എനിക്ക് വായനശീലം ബുക്ക് വായനശീലം ഇല്ലെന്നറിയാം, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കുമെന്ന് എനിക്കറിയാം കേക്ക്. ഒരു എനിക്ക് ഞാൻ ഇപ്പൊ ഡോക്യുമെന്റ് വായിക്കാറില്ല. ഡോക്യുമെന്റ് വായിച്ചു തരണം യാസ്മിന. ഓക്കെ അത് കാണാനുണ്ട്. നിങ്ങൾക്ക് പിറ്റ് ചെയ്ത് ഫൈറ്റ് എടുക്കാൻ പറ്റുമോ നോക്ക്. വായിക്കേണ്ട ആവശ്യം വരാറില്ല ആക്ച്വലി, അതാണ് സത്യം. മനസ്സിലായി. എനിക്ക് വായിക്കേണ്ട ആവശ്യം വരാറില്ല, മനസ്സിലായോ? കേക്ക് നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത് പല കാര്യങ്ങളും മീൻ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? പരച്ചാർ ഇത് കേൾക്കുന്നുണ്ടോ? പരച്ചാർ കേക്കയുടെ ലീലാവിലാസങ്ങൾ എന്താ പറയാ ജോക്കി, പുറത്ത് ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോ നമ്മളിവിടെ പെണ്ണ് വിഷയമാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് സാർ. കേക്ക് എപ്പോഴും ആ ഒരു ചിൽ മൂഡിലാണ്. കേക്ക് PA ഉള്ളതുകൊണ്ട് ബുക്ക് വായിക്കാറില്ല, PA ഉള്ളതുകൊണ്ട് ചിന്തിക്കാറില്ല. എന്താണ് കേക്ക് ഇതിന്റെ അർത്ഥം? ബുള്ളറ്റ് വരുമ്പോ PA ഫ്രണ്ടിൽ നിന്ന് വാങ്ങിക്കുവോ എന്ന് പറയരുത്. ഓക്കെ നിക്കും. സരസു ഓ നമ്മളില്ലാത്തപ്പോ വിളിക്കുന്നത് കേട്ടോ പരച്ചാർ? യാസു. ഓ മേൻ താങ്ക് യു ഫോർ 40 ഡാ. ഇങ്ങനെ ഡ്യൂട്ടിയിലല്ലാണ്ട് കാണാറില്ലല്ലോ. അതിനിപ്പ കൊച്ചിനെ എവിടാ ഡ്യൂട്ടി കഴിഞ്ഞ സമയം 24 മണിക്കൂർ ഈ കൊച്ചി നിങ്ങളുടെ ഇല്ലേ? അങ്ങനെയല്ല, ഞാൻ ഓഫ് ഡ്യൂട്ടി കൊടുക്കാനോ കേട്ടോ ജോക്കി, അങ്ങനെ പറയല്ലോ. ഞാൻ എല്ലാവർക്കും ഫ്രീ ഓഫ് ഉണ്ടല്ലേ? ഇല്ല സോളോ കൊടുക്കാറുണ്ട്. രണ്ടുപേരും ഓഫ് ഡ്യൂട്ടി ഒരുമിച്ച് എടുക്കാറെന്ന് പറഞ്ഞു. ഇത് എന്റെ പൊന്ന് അത് പ്രൊഫഷണൽ മറ്റേ സംഭവം മനസ്സിലായോ? ഓഫീസിലുള്ള പുതിയ മാത്രം PA ഉണ്ടാകുമ്പോൾ അടുത്ത ആൾക്കുള്ള അസുഖം തങ്കത്തോടി നിന്മലയോരം കണ്ടി പാടച്ചൊട്ടിൽ കേക്ക്. എന്റെ ഒരു ഹോബിയായിരുന്നു പാട്ടോ. പിന്നെ പാട്ടിട്ട് ഉറങ്ങിയൊന്നും പോലെ കേട്ടോ. ഉറങ്ങാനും ബോംബ് നിന്നു കുലുക്ക് നിന്നു. പുറത്തെന്തൊക്കെ കത്തണ കേൾക്കുന്നത്. എന്തിനാ വെറുതെ വേണ്ടത്ത് പോകുന്നു? ജോക്കി ഇടയ്ക്ക് ഉറങ്ങി പോകുന്നുണ്ടോ? മാൻ ഐ ആം ഹിയർ, ഐ ആം ഓൾ ഫൈൻ. എൻ്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം മെസ്സേജസ് വരുന്നുണ്ട് ഫോണിനകത്ത്. ഞാൻ സേഫ് ആണോ എന്ന് ചോദിച്ചോട്ടെ. ഇത് വല്ല നടക്കുമോ? ഇത് എനിക്ക് മുറിച്ചിട്ട് ഒന്ന് പിള്ളേരെ സൗണ്ട് കേട്ടോ. ഇയാൾ എന്തിരി പറയുന്നു? ഇയാള് എന്തൊക്കെയോ ഒന്നും മനസ്സിലാവണില്ല, പക്ഷെ സൗണ്ട് ഉണ്ട്. DGP ഫോർ റീസൺ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് അമ്പു എന്ന് പറയും. അവിടെ ഇടയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല, പക്ഷെ S പറഞ്ഞു കൊടുത്താൽ മതി. പുള്ളി ഹാപ്പിയാ. കോപ്പിയാണോ? ജുഗ്രു ഡൗണോ? ജുഗ്രു ഡെത്ത് ഇൻ ബാറ്റിൽ ഫീൽഡോ? നമ്മുടെ ഒരു പയ്യൻ പോയി കേട്ടോ.
എന്റെ മോൻ ഒരു മിനിറ്റ് EMS ഉം PMS ഉണ്ട്. എന്റെ പിള്ളേർക്ക് എന്തിനും പറ്റുള്ളൂ കേൾക്കാൻ. ഞാൻ കാല വരെ നിലത്തടിക്കും കേട്ടാ. ജോക്കി yeah. ജോക്കി ഓക്കെ നോ ഇഷ്യൂസ് എല്ലാരും സേഫ് ആണ്. ഓക്കെ മാക്സിമം നമ്മുടെ ടീമും കംപ്ലീറ്റ് ഇവരെ ഇൻവോൾവ് ചെയ്യിക്കാതെ ആദ്യം മിലിറ്ററി ടീമും സ്വാറ്റ് ടീമും ഇറങ്ങിയതിന് ശേഷം മാത്രമേ വേറെ ആരും എന്തെങ്കിലും ഇറങ്ങത്തുള്ളൂ. ഓക്കെ അത് മതി നമ്മുടെ പിള്ളേർ സേഫ് ആണ്. അത് കേട്ടാ മതി. എങ്ങനെയാടാ ഇത്? റേഡിയോനെ ചാർജ് കഴിഞ്ഞായിരിക്കും, പേടിക്കില്ലേ? എടാ കുട്ടന്മാരെ നിങ്ങൾ സേഫ് ആണോ? ആഷ് LX2 വില്ലുമോനെ. ഓ ഫക്ക് മാൻ. മക്കളെ നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ, നിങ്ങളോട് നിക്കണേ. എടാ EMS ഒക്കെ ഉണ്ടടാ, പൊക്കാൻ പറയടാ അവരുടെ അടുത്ത്. ഒരു കാര്യം പറയട്ടെ, ആ നമ്മളവിടെ നിന്നില്ലേ ഗാരേജിന്റെ അകത്തില്, അണ്ണൂരെ അകത്തോട്ട് കയറ്റിയപ്പം അവിടെ ബോംബ് വെച്ചത്. എന്റെ പൊന്നു മോനെ, എനിക്കറിയായിരുന്നത്. ക്യാപ്റ്റൻ കറക്റ്റ് ഇടപെടലായിരുന്നു, കറക്റ്റ് ഇടപെടൽ. എടാ നിങ്ങൾ EMS വെച്ചിട്ട് മറ്റവന്മാരുടെ ഒരു പൊക്കടാ. പറഞ്ഞിട്ടുണ്ട് കാഷ്വാലിറ്റീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിനകത്ത് ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. ഫോട്ടോ എടുത്ത് ബാക്കി ലോഞ്ചിങ് ഉണ്ട് നമ്മുടെ. Okay. Sir, hand over the antivirus and the vaccine dots to them. Guys, അപ്പോൾ after so much chaos and situations നമ്മൾ Please come forward. നമ്മുടെ ആന്റിഡോട്ടും അതേപോലെ തന്നെ ആന്റിവൈറസും ഈ ഒരു ഗാരു വൈറസിനെതിരായിട്ടുള്ള ആന്റിഡോട്ടും ആന്റിവൈറസും നമ്മളിപ്പോൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുവാണ്. സോ ഫസ്റ്റ് നമ്മുടെ ആന്റിവൈറസ്, അതായത് ഈ ഒരു ഗാരു വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആന്റിവൈറസ് ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ TV ജോക്കർ അല്ലെങ്കിൽ ജോക്കിയെ ഒന്ന് ഇങ്ങോട്ട് ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യുവാണ്. ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മൈക്ക് ചെക്ക്. ഹലോ. ആദ്യം തന്നെ ഈ വേളയിൽ നമ്മൾ ഭീമാകാരുവിനെ ഓർക്കുന്നു. ആദ്യം ഇൻഫെക്ട് ചെയ്തത് പുള്ളിയാണ്. സെനിത്ത് എന്ന ഒരു അതിക്രൂരമായ ഗ്രൂപ്പ് പടർത്തിയ ഈ ഗാരു വൈറസിനെ നമ്മൾ അതിശക്തമായി നീക്കം ചെയ്യാൻ വേണ്ടി നമ്മുടെ വർഗീസ് ജിയും രാഘവ് ജിയും ഒരേപോലെ പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുത്ത ആ ഒരു വൈറസിന്റെ ആന്റിഡോട്ട് ക്രോണസ് എന്ന ഒരാളാണ് റിസർച്ച് ആയിട്ട്. എന്നാ പിന്നെ ക്രോണസ് എന്നൊരാളും കൂടെ ചേർന്നിട്ട് രൂപപ്പെടുത്തിയ ആ ഒരു ആന്റിഡോട്ടിനെ നമ്മൾ ഇവിടെ ഇന്ന് തിരശീല കൊടുക്കുകയാണ്. തകർക്കാൻ വന്ന പടുകൂറ്റന്മാരെയും പടുകൂറ്റനായ മിസൈലുകളെയും പ്രതിരോധിച്ചുകൊണ്ട് ഈ ഒരു വേളയിൽ നമുക്ക് കൂട്ടായി നിന്ന നമ്മുടെ ഭരത് സാറിന്റെ ഫോഴ്സും നമ്മുടെ ടിവിയുടെ പിള്ളേരും KVയുടെ പിള്ളേരും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഒന്നിച്ചു നിന്ന എല്ലാവർക്കും ഈ ഒരു വേളയിൽ നമ്മൾ നല്ലൊരു നമ്മുടെ KK മറന്നുപോയി. KKനെ നമ്മുടെ ഒരു SX ആർമി എല്ലാം ഉണ്ട്. അപ്പം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാരെയും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കുന്നു. വീണ്ടും പറയുന്നു, ഗാരു വൈറസിനെ നമ്മൾ ഈ സിറ്റിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതായിരിക്കും. അങ്ങനെ ഈ ഗാരു വൈറസിന്റെ ഒറിജിനൽ പേരെല്ലാവർക്കും നിങ്ങൾക്ക് അറിയണ്ടേ? മിയാഗോണിൽ എന്നാണ്, M എന്നാണ് ഈ വൈറസിന്റെ ഒരു പേര്. അപ്പോൾ അതിന് ആന്റിഡോട്ട് കണ്ടുപിടിച്ച നമ്മുടെ ടീമായ XMDയിലെ ടീമിലെ എല്ലാവർക്കും സന്തോഷകരമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇനി നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ടനായ ജോണി മാമൻ അതിന്റെ ആന്റിഡോട്ടിന്റെ പേര് പറയുന്നതായിരിക്കും. ജോണി മാമന് മൈക്ക് കൈമാറുന്നു. വൈറസിന്റെ എതിരായിട്ട് സോറി ഒരു മിനിറ്റ് ഞാൻ KD ആർമി ഒന്ന് സ്മരിക്കുന്നു. ഈ വേളയിൽ മറന്നുപോയി. ജീവനോട് സ്മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മിക്കുന്നു എന്നാണ് അർത്ഥം. അല്ലല്ല, ഓർമ്മിക്കുന്നു. നാളെ പത്രക്കെട്ടുകളിൽ നമ്മൾ തരംഗമായി മാറാനുള്ളതാണ്. എല്ലാവരുടെ ഒന്നും കൂടെ എല്ലാവരുടെടുത്തും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പണ്ടൊരു പ്രസംഗകനാവണ്ടായിരുന്നു. ആന്റിഡോട്ടിന്റെ പേര് ഇതാണ്. ഏതാ? മിഗാവി. ആന്റിഡോട്ടിന്റെ പേര് മിഗാവി.
ഇതൊക്കെ എന്ത് കോമഡിയാണ് ഇതൊക്കെ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ആന്റിവൈറസിന്റെ പേര് മിയാഗോണിൽ എന്നാണ്. നമ്മളത് ഷോർട്ട് ഫോമിൽ DM എന്ന് പറയും. ആന്റിഡോട്ടിന്റെ അത് മിഗാവി. ആന്റിഡോട്ടിന്റെ പേര് പറയട്ടെ, നിഗ. കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റിയത് നമ്മുടെ പ്രിയപ്പെട്ട മിയ ആയിട്ടാണ്. മിലിറ്ററിയിലെ ആർമി ഓഫീസർ മിയ ആണ്. മിയ മാഡം ഇപ്പോഴും ഒരു അൺകോൺഷ്യസ് സ്റ്റേജിൽ നമ്മുടെ റോസ്വുഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പോ അതിനെപ്പറ്റി കൂടുതൽ ജോണി മാമ നിങ്ങൾ ഉറങ്ങിയോ?